ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാധാരണ നമ്മൾ വയ്ക്കുന്ന PVC ടാങ്കിന് പകരമായിട്ട് സ്റ്റീലിൻ്റെ ടാങ്ക് ആയിരിക്കും. കമ്പനി അവകാശപ്പെടുന്ന പോലെ തന്നെ തുരുമ്പെടുക്കാത്തതും അതുപോലെ തന്നെ നമ്മുടെ പൂപ്പലായ കാര്യങ്ങളൊന്നും പിടിക്കാത്ത, എന്നാൽ ക്ലീനിങ് വളരെ സിമ്പിളായിട്ടും, അതായത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി തനിയെ തന്നെ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം താഴെ അടിഞ്ഞതിന് ശേഷം ഒരു സെപ്പറേറ്റ് ഒരു വാൽവ് വെച്ച് പുറത്തേക്ക് കളയുന്ന രീതിയിലാണ് സ്റ്റീലിൻ്റെ ടാങ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് കമ്പനി ഫുൾ അവകാശപ്പെടുന്നു. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കാണ് വരുന്നത്. കമ്പനിയുടെ പേര് നിങ്ങൾ കണ്ടതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അവാർഡ് വിന്നിങ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 10 വർഷം ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ISO കമ്പനിയാണ്. ഇനി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് 2000 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. ടോട്ടൽ വരുന്നത് 2000 ലിറ്ററാണ് വരുന്നത്. പിന്നെ നമ്മളിത് സാധാരണ ടാങ്കിനെ പോലെ തന്നെ നമ്മളിത് സ്റ്റാൻഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് സ്റ്റീലിൻ്റെ ടാങ്ക് അവർ തന്നെ തരുന്ന ഫുൾ ഡീറ്റെയിലാണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കണ്ടോ, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 2 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടറാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് ടാങ്ക് കണക്ടർ നമ്മൾ FT ഇട്ടതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു കർവാണ് അടിവശം വന്നിരിക്കുന്നത്. ആ കർവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഔട്ട് നേരെ നമ്മൾ എവിടേക്കൊക്കെയാണോ ആവശ്യമുള്ള അവിടേക്ക് നമ്മൾ 2 സെക്ഷൻ, ഈ വീട്ടിൽ 2 സെക്ഷനായിട്ട് ആവശ്യമുള്ളതുകൊണ്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. നമ്മളൊരു ബെൻഡ് ഇട്ട് അതുപോലെ തന്നെ ഒരു FT ഇട്ടിട്ട് 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും. അതായത് ഇതിൻ്റെ അടിയിൽ തന്നെ ഏറ്റവും അടിയിൽ, അതായത് ആ കർവ് ചെയ്തതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ഫുൾ വേസ്റ്റ് കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ ഊറൽ കാര്യങ്ങളെല്ലാം വന്ന് അടിയുന്നത് അതിൻ്റെ അകത്താണ്. അത് ഡയറക്റ്റായിട്ട് നമ്മൾ വേസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. 1 ഇഞ്ചിൻ്റെ ആണ് വേസ്റ്റ് ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ 2 ഇഞ്ച് പൈപ്പിനേലും നമ്മൾ ഔട്ട്ലെറ്റ് എടുക്കുന്നതിലും കുറച്ചുകൂടി താഴെയായിട്ടാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ കിടക്കുന്നത്. ഈ വേസ്റ്റ് ലൈൻ നമ്മളൊരു 1 ഇഞ്ച് പൈപ്പിൻ്റെ ഔട്ട്ലെറ്റാണ് വന്നിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പിൻ്റെ ഔട്ട്ലെറ്റ് വഴി നമ്മൾ നേരെ പുറത്തേക്ക് കൊണ്ടുപോയി ഓവർഫ്ലോയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ടാങ്ക് നിറയുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓവർഫ്ലോയിലേക്ക് കണക്ട് ചെയ്തു. അത് ഒരു 1 ഇഞ്ച് വാൽവ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ആവശ്യമുള്ള സമയത്ത് മാത്രം തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് വാൽവ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ വാൽവ് തുറന്നിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ നമ്മൾ താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആ ഓവർഫ്ലോയിൽ പൈപ്പിലേക്ക് താഴെ നമുക്ക് വെള്ളം, അതായത് ഈ ടാങ്കിൻ്റെ താഴെയുള്ള ചീത്തയായിട്ടുള്ള വെള്ളം, അതായത് ഊറൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഊറി കിടക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം, അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ പൈപ്പിലൂടെ നേരെ നമ്മൾ ഓവർഫ്ലോ എവിടെയാണ് കണക്ട് ചെയ്യുക, ഓവർഫ്ലോ നേരെ പുറത്തേക്ക് നമ്മൾ കാണാവുന്ന രീതിയിലായിരിക്കും ഓവർഫ്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഓവർഫ്ലോയിലേക്ക് പോയി പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു വാൽവ് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഒരു വാൽവ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അതിലേക്ക് ചീത്തയായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഊറൽ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകും. പിന്നെ ഇതിൻ്റെ ഇൻലെറ്റ് നമുക്കൊന്ന് നോക്കാം. ഇൻലെറ്റ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ഇൻലെറ്റ് ഇതുപോലെ തന്നെ ഒരു FTA കൊടുത്തതിന് ശേഷം നേരെ 1 ഇഞ്ച് പൈപ്പാണ്. ഇത് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന മോട്ടറിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് കണക്ഷനാണ്. ഈ ഡയറക്റ്റ് കണക്ഷൻ നേരെ വന്നതിന് ശേഷം ടാങ്കിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ അത് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് തുറക്കുന്നതിന് രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000 ലിറ്ററിൻ്റെയാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിക്കോഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുരുമ്പെടുക്കുകയില്ല. അതുപോലെ തന്നെ ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും കാണുന്നതാണ്, പ്ലാസ്റ്റിക് ടാങ്കിൻ്റെ എപ്പോഴും കാണുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് പൂപ്പലായ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് ഇങ്ങനെ പൂപ്പലായി പിടിക്കില്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് പൂപ്പലായി പിടിക്കില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റീലിൻ്റെ ടാങ്ക് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.